ഇങ്ങനെ വട്ടം കൂടി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവരും ആ 4-4-3 ഫോർമാറ്റിലോ 4-3-3 ഫോർമാറ്റിലോ ഒന്ന് നിൽക്ക്. നിങ്ങൾ ഇതെന്താ കാണിക്കുന്നത്? ഇങ്ങനെയാണോ ഫുട്ബോൾ കളിക്കുന്നത്? അത് ഈ പത്ത് വെച്ച് അത് പിന്നെ പണ്ട് ഇവര് നമ്മുടെ സ്വന്തം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. കളിക്കുന്ന ഗ്രൗണ്ടും ബോളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണെന്നും പറഞ്ഞു AWS മൈതാനത്തേക്ക് കളി മാറ്റി. പാടാണോ? എന്താ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കാമോ? അത് പിന്നെ ഇൻഡസ്ട്രിയൽ കോമ്പറ്റൻസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് സ്കിൽ ഫോർ ഓർഗനൈസേഷൻ. എങ്ങനെ? എന്നാ പറഞ്ഞു? കോസ്റ്റ് കട്ടിങ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പറയാം. പണ്ട് ഞങ്ങള് ശരിക്കുള്ള R5 8X ലാർജ് വെച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോ ഈ T2 സ്മോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനും കോസ്റ്റ് കൂടുതലാണെന്നാണ് ഇപ്പൊ മാനേജ്മെന്റ് പറയുന്നത്. T2 നാനോ ആക്കിയാലേ ഈ വർഷത്തെ വാരിയബിൾ കിട്ടുള്ളൂ. റെക്കറിംഗ് കോസ്റ്റ്. എന്നിട്ട് കോസ്റ്റ് പറഞ്ഞു. അത് പിന്നെ നമ്മുടെ പിള്ളേരല്ലേ, അവര് കളിച്ചു തുടങ്ങുമ്പോൾ ഇവരേക്ക് പോരാതെ AWS മൈതാനത്തിൽ കിട്ടുന്ന മാക്സിമം ഇട്ടിട്ട് വരെ പലതും നടക്കുന്നില്ല. അപ്പൊ കോസ്റ്റ് കൂടും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാതെ നാഷണൽ മാത്രം കൊടുത്തിങ്ങനെ നിൽക്കുന്നത്. അതുപോലെ നീ അപ്പുറത്തെ ഗോൾ കീപ്പറുമായിട്ട് സംസാരം ചെയ്യുന്നതുണ്ടല്ലോ, എന്നാണ് കാര്യം? ആക്ച്വലി നമ്മൾ നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്നത് ഫുൾ ടീമിനെ പിടിച്ച് റീസ്ട്രക്ചർ ചെയ്തു. അപ്പോൾ പുതിയ റൂൾസ് ഒന്നും കേട്ടില്ലേ? ഞങ്ങൾ ഇവരെ ഇപ്പോൾ ബോൾ തൊടാതെ വേണം ഗോൾ അടിക്കാൻ. ഇപ്പൊ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ ഞങ്ങളുടെ ബോക്കെയർ വരെ അതുപോലെ മാറ്റുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ബോളിൽ ടച്ച് ചെയ്യാൻ അവർക്ക് മാത്രമേ പ്രിവിലേജ് ഉള്ളൂ. എന്താണോ ഇത് എങ്ങനെ ശരിയാക്കും? തനിക്ക് ആരെയും പരിചയമുണ്ടോ? ഒരാളുണ്ട്. ആരാണ്? പാവങ്ങൾക്കവൻ തോഴൻ, അസുരന്മാർക്കവൻ രാമൻ, നാസയെ പോലും ഓടിത്തോൽപ്പിച്ച ബഹുമുഖ പ്രതിഭ, സാക്ഷാൽ മറഡോണയുടെ ചങ്ക്, the one and only emperor of social media. See how we win the tournament. Change വന്നത് സ്ട്രക്ചറിന് മാത്രമാണ്. Our culture remains the same. Our culture and attitude are the key success of our organization. Nisa,